2008 മുംബൈ ഭീകരാക്രമണം ഇന്ത്യക്കാർ മറക്കാൻ ഇടയില്ലാത്തൊരു സംഭവമാണ്. രാജ്യത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയൊരു ഭീകരാക്രമണമായിരുന്നു അത്. 60 മണിക്കൂർ രാജ്യം വിറങ്ങലടിച്ച് മല്ലടിച്ച് നിന്ന ദിനങ്ങൾ. ലഷ്കർ തോയ്ബ ഭീകരവാദികൾ അന്ന് കവർന്നെടുത്തത് 166 പേരുടെ ജീവനുകളായിരുന്നു. എന്തുകൊണ്ട് മുംബൈ ഭീകരാക്രമണം വീണ്ടും ചർച്ചയാകുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. ഈ ഭീകരപ്രവർത്തനത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാൻ വംശജനായ തഹാവൂർ റാണയെ അമേരിക്കൻ സുപ്രീം കോടതി ഇന്ത്യക്ക് ഇപ്പോൾ കൈമാറിയിരിക്കുകയാണ്. ഇനി ഈ ഒരു വീഡിയോയിൽ ആരാണ് ഈ പറയുന്ന തഹാവൂർ റാണ, അതുപോലെ തന്നെ മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ചും എല്ലാമാണ് നമ്മൾ ഇന്ന് വിശദമാക്കുന്നത്. ഐ എം സ്വാതി, വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. നവംബർ 28 മുതൽ 29 വരെ മുംബൈ നഗരത്തെ നിശ്ചലമാക്കിയ ദിനങ്ങൾ. ഇന്ത്യ പകച്ചു നിന്ന 60 മണിക്കൂർ. 10ഓളം വരുന്ന ഭീകരന്മാർ ബോംബെ നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ലാപ്ടോപ്പ്, സാറ്റലൈറ്റ് ഫോൺ, GPS ഉപയോഗിച്ച് നഗരത്തിലെ പ്രധാന നഗരങ്ങളിൽ ബോംബ് വെച്ചു ഫയറിംഗ് നടത്തി 166 പേരുടെ ജീവൻ കവർന്നെടുത്തു. 300ഓളം പേർക്ക് അന്ന് പരിക്കേൽക്കുകയും ചെയ്തു. താജ്മഹൽ പാലസ്, അതുപോലെ തന്നെ ഹോട്ടൽ ഒബ്രോയ് ഹോട്ടൽ, നരിമാൻ ഹൗസ് ജൂത പ്രാർത്ഥനാലയം, ഛത്രപതി ശിവാജി ടെർമിനസ്, ലിയോപോൾസ് കഫേ, കാമ ഹോസ്പിറ്റൽ തുടങ്ങിയ സ്ഥലങ്ങളായിരുന്നു ആക്രമണം നടത്തിയ പ്രധാന കേന്ദ്രങ്ങൾ. ആക്രമണം നടത്തിയ 10 പേരിൽ 9 പേരെ ഇന്ത്യൻ സുരക്ഷാ ദൗത്യം കൊന്നൊടുക്കി. അന്ന് ഒരാൾ മാത്രം ജീവനോടെ പോലീസ് പിടിയിലായി, അജ്മൽ കസബ്. ആരും പേര് പെട്ടെന്ന് മറന്നു കാണില്ല. 2012 ഇയാളെ തൂക്കിലേറ്റി. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരം അനുസരിച്ച് ഈ ഒരു ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ലഷ്കർ തൈബയാണ്, ഈ ഒരു ഭീകര സംഘടനയാണെന്ന് തെളിഞ്ഞു. ഇനി എന്താണ് തഹാവൂർ റാണ എന്ന വ്യക്തിക്ക് ഈ മുംബൈ അറ്റാക്കുമായി ബന്ധമുള്ളത്? ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് തഹാവൂർ ഹുസൈൻ റാണ എന്നാണ്. പാകിസ്ഥാനി കനേഡിയൻ വംശജനായ ഒരാളാണ് റാണ. 1961 പാകിസ്ഥാനിലെ പഞ്ചാബിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ജനനം. പിന്നീട് കാനഡയിലേക്ക് കുടിയേറി, ഒടുവിൽ അമേരിക്കയിലേക്ക് താമസം മാറി. പാകിസ്ഥാൻ ആർമിയിൽ ഡോക്ടറായി ജീവനം അനുഷ്ഠിക്കുന്ന കാലം മുതലേ ഭീകര സംഘടനയായ ലഷ്കർ തൈബയും ആയിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. 1997 ആണ് റാണ ആർമിയിൽ നിന്നും വിരമിക്കുന്നത്. അതിനുശേഷമാണ് കാനഡയിലേക്ക് കുടിയേറിയതും പിന്നീട് അമേരിക്കയിൽ താമസമാക്കിയതുമെല്ലാം. അമേരിക്കയിൽ ചിക്കാഗോയിൽ റാണയ്ക്ക് സ്വന്തമായൊരു ട്രാവൽ ഏജൻസി ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് മുംബൈ ആക്രമണത്തിലെ എല്ലാ ആക്രമികൾക്കും വിസ നൽകി കൊടുത്തതെല്ലാം. റാണയുടെ അടുത്ത സുഹൃത്തായിരുന്നു ഡേവിഡ് കോളമൻ ഹെഡ്ലി. ഇയാളൊരു അമേരിക്കൻ പാകിസ്ഥാൻ ഭീകരവാദിയാണ്. ഹെഡ്ലിയുടെ പിതാവ് പാകിസ്ഥാനിയും അതുപോലെ തന്നെ അമ്മ അമേരിക്കക്കാരിയുമായിരുന്നു. ഇയാളായിരുന്നു മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാന സഹായി. ഇയാൾക്ക് ലഷ്കർ തൈബയായും അതുപോലെ തന്നെ പാകിസ്ഥാൻ ഗൂഢാന്വേഷണ സംഘടനയുമായും എല്ലാം ബന്ധം ഇയാൾ പുലർത്തിയിരുന്നു. ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഏകദേശം 9 തവണ ഹെഡ്ലി മുംബൈയിൽ താജ് ഹോട്ടലും ഒബ്രോയ് നരിമാൻ ഹൗസും എല്ലാം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. ഈ ഹെഡ്ലിക്ക് ലോജിസ്റ്റിക് സഹായം നൽകി സഹായിച്ച ഒരു വ്യക്തി കൂടിയാണ് ഈ പറയുന്ന റാണ. ഭീകരർക്ക് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുത്ത, ഇതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ചെയ്ത വ്യക്തി എന്ന് പറയാം തഹാവൂർ റാണ. മുംബൈ ആക്രമണത്തിന് ശേഷം 2009 FBI റാണയെ അറസ്റ്റ് ചെയ്യുകയാണ്. അന്ന് മുതലേ റാണയെ വിട്ടുകിട്ടാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ 2023 ഇന്ത്യക്ക് കൈമാറാൻ അമേരിക്ക തീരുമാനമെടുത്തു. പക്ഷെ റാണ നിരന്തരം സുപ്രീം കോടതിയെ സമീപിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ റാണയുടെ അപേക്ഷ സുപ്രീം കോടതി തള്ളുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യൻ നയതന്ത്ര ഇടപെടൽ കാരണം റാണയെ ഇന്ത്യക്ക് കൈമാറാനുള്ള ഒരു തീരുമാനം ഉറപ്പാക്കുന്നതല്ല. ഇപ്പോൾ ഇന്ത്യക്ക് കൈമാറിയിരിക്കുകയാണ് അമേരിക്ക. ഇതിനിടയ്ക്ക് പല വിവാദങ്ങളും വരുന്നുണ്ട്. 2008 തന്നെ തഹാവൂർ റാണ കേരളത്തിൽ കൊച്ചിയിൽ വന്നിരുന്നു. അതിനുശേഷം കേരളത്തിലെ ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണെന്നൊക്കെ കുറേ വിവാദങ്ങൾ വരുന്നുണ്ട്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നുള്ളത് അറിയില്ല. അന്വേഷണം പുരോഗമിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, റാണ കേരളത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് മുംബൈ ഭീകരാക്രമണത്തിന് വേണ്ടി റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതിന് അയാൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ റാണയെ കേരളത്തിൽ കൊണ്ടുവരാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തവർ ഇന്നും കാണാമറയത്തുണ്ട്. ഇവരെ ഉടനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ വലിയ അപകടമാണ് ഒളിഞ്ഞു കിടക്കുന്നത്. 12 അംഗ NIA സംഘമാണ് ഇപ്പോൾ റാണയെ ചോദ്യം ചെയ്യുന്നത്. 18 ദിവസം NIA സംഘത്തിന്റെ കൈകളിൽ റാണ ഉണ്ടാകും. അതിനിടയ്ക്ക് കേരളം റാണ സന്ദർശിക്കാൻ കൂടുതൽ തെളിവുകൾക്ക് വേണ്ടി സന്ദർശിക്കുമായിരിക്കും. അതിനുശേഷമാകും തീഹാർ ജയിലിലേക്ക് മാറ്റുകയല്ല. ഇതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ. ഈ 18 ദിവസം വളരെ നിർണായക ദിവസങ്ങളാണ്
NIA-ക്ക്. കാരണം കേരളത്തിൽ ഒരു വേരുണ്ടെങ്കിൽ ഒരുപക്ഷെ 17 വർഷം മുൻപ് നടന്ന മുംബൈ ഭീകരാക്രമണത്തിൽ ഒരുപക്ഷെ കേരളത്തിന് പങ്ക് കാണുമോ എന്നുള്ളത് കാത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.